അതായത് ഇവര് ബാക്കി 3 പേരും കൂടെ ഞാൻ ബൈക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് എന്റെ ചെലവിന് വേണ്ടി വന്നതാ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സ്ഥലം അന്വേഷിച്ചപ്പോ പെട്ടെന്ന് ഈ ന്യൂസ് കണ്ടു ഇന്നലത്തെ. അപ്പോഴാണ് പെട്ടെന്ന് ഡൗൺ ടൗണിൽ എല്ലാവരും ക്ലിക്ക് ചെയ്തു. അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഞാൻ ഈ ഷോപ്പ് ഡൗൺ ടൗൺ തുടങ്ങിയതിന് ശേഷം ആഴ്ചയിലൊരു 3-4 ദിവസമെങ്കിലും റെഗുലറായിട്ട് ഞാനും എൻ്റെ വൈഫും വരാറുണ്ട്. ഇവിടെ അങ്ങനെ ഈ പറഞ്ഞ പോലുള്ള ചാനലിൽ കാണുന്ന ഒരു സംഭവം അങ്ങനെ ഒരു ചാൻസും ഇല്ല. വെറുതെ ഫേക്കായിട്ടുള്ള വീഡിയോ ആണ്. 100% ഈ ബിസിനസ്സിന് ആർക്കോ കാര്യമായിട്ട് വേറെന്തോ ഉദ്ദേശത്തിൽ ചെയ്താൽ വളരെ വിഷമമുണ്ട് എനിക്കിതിങ്ങനെ സംഭവിച്ചതിൽ. എനിക്കൊരു ഫാമിലിക്കും വളരെ വിഷമമുണ്ട്. ഇവിടെ ഒരു ചാൻസ് ഇല്ല സംഭവം നടക്കുന്നതിൽ. ഇതിൽ എന്തോ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഈ ബിസിനസ് ഈ 5-6 ചെറുപ്പക്കാർ തുടങ്ങിയ ഈ സംരംഭം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇതിലൊന്നും ഇവർക്കൊന്നും ഒരു സംഭവിച്ചിട്ടില്ല. ഇവർ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇവരെ നന്നായിട്ട് എനിക്ക് അറിയുന്നതാണ്. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അത് ഫേക്ക് ആയിട്ടുള്ള സംഭവമാണ്. ഈ ചാനലിൽ വന്ന ഒരു 10 മിനിറ്റിനുള്ളിൽ അടി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഇവിടെ ക്യാമറയായിട്ട് ആൾക്കാർ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സംഗതി പുറത്തു വരും. 100% ഇവിടെ നല്ല ഫുഡ് ഉണ്ട്, നല്ല സർവീസ് ഉണ്ട്. ഈ കുട്ടികളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നലെ പ്രശ്നം ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഉച്ചക്ക് ഞങ്ങളൊക്കെ രാവിലെ തന്നെ ഇവിടെ വന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഫുൾ പൊളിച്ചിട്ടത് കണ്ട് അങ്ങനെ രാത്രി റീ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് നോക്കിയതാണ്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര റഷായിട്ട് കയറിയില്ല. സ്ഥിരമായിട്ട് വരുന്ന ഇവിടെ ഒരു ഫാമിലീസൊക്കെ വരുന്നതുകൊണ്ട് പ്രശ്നം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്കധികം ഡൗട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും കൂടി വന്നതാണ്. എന്താണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് കാണിച്ച് നമ്മളെ സപ്പോർട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ്. പേടിയൊന്നുമില്ല. നമ്മളെ സ്വന്തം ഷോപ്പ് പോലെ തന്നെ. അതുകൊണ്ടാണ് ഇയാളെയൊക്കെ വിളിച്ചു. നല്ല തടിയുള്ള ഒരാളൊക്കെ ഉണ്ട് കൂടെ. അപ്പൊ അതിന് എന്ത് പ്രശ്നം ഇയാൾ ഡീൽ ചെയ്തോളെന്നൊക്കെയുള്ള വിശ്വാസത്തിലാണ് വന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അന്ന് അന്വേഷിക്കുന്നത് നോക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. അങ്ങനെ നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇന്നും വന്ന് ഇന്നലെയും വന്നിരുന്നു, ഇന്നും വന്ന് സത്യാവസ്ഥ മനസ്സിലായി. ഇത് കുറച്ച് അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് അവരുടെ ഒരു കളിയായിരിക്കാം. ഞങ്ങൾ ഇവിടെ ദിവസം വരുന്നതാണ്. ഓഫീസ് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ അങ്ങനത്തെ ഒരു ഇതിന് ചാൻസ് ഇല്ല. കംപ്ലീറ്റ്ലി കുക്ക്ഡപ്പ് ആണെന്നുള്ള 100% ഷുവറാണ്. ഇവിടുത്തെ ഈ സർവീസും അതേമാതിരി നല്ല ക്വാളിറ്റി കാര്യങ്ങൾ കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. അത് കാരണമായിരിക്കും ഇങ്ങനൊരു സംഭവം. അതായത് ഇവിടുത്തെ മാനേജ്മെൻറ്റിന് ഞങ്ങൾക്ക് എല്ലാവരും അവരെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഞങ്ങൾക്ക് അറിയുന്നതാണ്. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നടക്കാൻ സാധ്യതയില്ല. കേരളയിൽ എവിടെയും കാണാത്തൊരു ഇതാണ് ഇങ്ങനൊരു ഗുണ്ടായിസം ഇവിടെ കാലിക്കറ്റിൽ കാണാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഡെയിലി വന്ന് ഇരിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും സാഹചര്യങ്ങളൊന്നും കാണാറില്ല. ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നതാണ്. അപ്പോൾ ബാക്കി ഇത് വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ അതൊക്കെ കുക്ക്ഡ് അപ്പ് ആണെന്നുള്ളത്. റെസ്റ്റോറൻറ്റ് തല്ലിപ്പൊളിക്കുക ഇങ്ങനെ അനാശ്വാസം നടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുകയായിരുന്നു അങ്ങനെയൊന്നും അവിടെ നടക്കാൻ ഒരു ചാൻസും ഇല്ല. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. പുറത്തായാലും ഇന്നർ സൈഡിലായാലും. പിന്നെ മാനേജ്മെൻറ്റുള്ള 30 വയസ്സിന് താഴെയുള്ള ഒരു ഫുൾ എനർജി ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റാണ്. അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഒരിക്കലും ഉണ്ടാവുന്നുള്ളത് വിശ്വസിക്കുന്നില്ല. ഒരു കൊല്ലത്തിന് ഇടയിൽ ആണ് ഇത്രയും വളർച്ച ഉണ്ടായത് കൊണ്ടാവണം ഈ ഒരു കണ്ണുകടി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ സൈഡിൽ നിന്ന് യാതൊരു തരത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അനാശ്വാസമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഒന്നും തന്നെ ഇവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം 100% കസ്റ്റമറായ ഞങ്ങൾക്ക് എവിടെയും പറയാനും തെളിയിക്കാനും പറ്റും. ഞങ്ങൾ ഓൾറെഡി ഇവിടെ റെഗുലർ കസ്റ്റമേഴ്സാണ്. പക്ഷേ ഇത് തികച്ചും ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തൊരു കാര്യം കണ്ടപ്പോൾ, ടി വിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ശരിക്കും എന്താണ് പറയുക, ഒരു വാക്കുകളില്ല. അങ്ങനെ ഒരു സംഭവം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്ത് പറ്റിയെന്നുള്ള എങ്ങനെയാന്നുള്ള ഒന്നും മനസ്സിലാവുന്നില്ല. പല ആൾക്കാരും വരാറുണ്ട്, എല്ലാവരും ഇരിക്കാറുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ച് പോകാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ലേറ്റ് നൈറ്റ് പോലും നമ്മൾ 11 o'clock ആ സമയത്ത് ലേറ്റ് നൈറ്റ് വരെ നമുക്ക് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് ഉച്ചക്കും വന്നപ്പോഴും എല്ലാ ദിവസവും വരുന്ന ആൾക്കാരാണ്. ഓൾറെഡി എല്ലാ ദിവസവും എല്ലാ ദിവസവും വരാറുണ്ട്.